വേടൻ പാടുകയോ ആടുകയോ ചെയ്യട്ടെ. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നം ആടുകയോ പാടുകയോ ചെയ്യുന്നതല്ല. അതിനപ്പുറം അവർക്ക് സാമൂഹികവും സാമ്പത്തികവുമായി സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. പട്ടികജാതി വകുപ്പ് എത്രയോ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും ഇവിടുത്തെ ദളിത് ജനവിഭാഗങ്ങളുടെ ജീവിത അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. എന്നാൽ പട്ടികജാതി സംഘടനാ നേതാക്കളായിട്ട് നടക്കുന്നവരാകട്ടെ, അവരെല്ലാവരും തന്നെ അത്യാവശ്യം നല്ല സുഖലോലുപതയിലും ഒക്കെയാണ് നടക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്കാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് ഗായകരും കലാകാരന്മാരും നടന്മാരും നടികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ജാസി ഗിഫ്റ്റ്, കലാഭവൻ മണി, ഇങ്ങനെ തുടങ്ങി നിരവധി പ്രതിഭകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം പാട്ടും ആട്ടവും ഒരു ട്രെൻഡായതിനു ശേഷം പിന്നീട് അവർ എവിടെ പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് സംഘടനാ നേതാക്കന്മാർ പറയുന്നത് സാമൂഹ്യമായി അവരെ ചവിട്ടി മെതിച്ചിരിക്കുന്നു, അവരെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും ഇതൊക്കെയാണ് നൽകുന്നത്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളക്കരയിൽ നിലനിന്നിരുന്ന അടിമത്ത അവസ്ഥയൊന്നും ഇന്ന് പ്രത്യക്ഷത്തിൽ സമൂഹത്തിലില്ല. അഥവാ ആരെങ്കിലും അത്തരത്തിൽ അടിമത്തം അനുഭവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിന് നേരെ കൈ ചൂണ്ടുകയോ പറയുകയോ ചെയ്താൽ അതിന് അട്രോസിറ്റി ആക്ട് ഇവിടെ നിലവിലുണ്ട്. അതനുസരിച്ച് പരാതിപ്പെടുകയും കേസെടുക്കുകയും ചെയ്യാവുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട്. പക്ഷേ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ആത്മാഭിമാനപരവുമായിട്ട് ഈ സമൂഹം എത്രമാത്രം വളർന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യേണ്ടത്. ഇവിടെ പട്ടികജാതി സംഘടനകൾ അല്ലെങ്കിൽ ദളിത് സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ പലപ്പോഴും സൈദ്ധാന്തിക കസർത്തുകൾ നടത്തുക എന്നുള്ളതിനപ്പുറം ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ കാലാനുസൃതമായി അത് പരിഷ്കരിക്കുന്നതിനോ വേണ്ടുന്ന യാതൊരുവിധ പദ്ധതികളും പരിപാടികളും മുന്നോട്ട് വെച്ചുകൊണ്ടല്ല പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ. പിന്നീട് അതിനോടൊപ്പം ഇത്തരത്തിൽ ഒരു പ്രതിഭാസം പോലെ ഉയർന്നു വരുന്ന വേടൻ്റെ പാട്ടുകളോ ഇങ്ങനെയുള്ളതിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഒരു സൈദ്ധാന്തിക പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ഒപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്നിരുന്ന സവർണ മേധാവിത്വത്തിൻ്റെ ആളുകൾ ഇന്ന് ദളിതരെക്കാളും അല്ലെങ്കിൽ ദളിതരോടൊപ്പമോ അതിനേക്കാളും താഴെയൊക്കെ ഉള്ള പശ്ചാത്തലങ്ങളിൽ ജീവിച്ചു പോരുന്നവരുണ്ട്. പക്ഷേ ഇവരോടെല്ലാവരോടും ഈ ജാതീയമായിരിക്കുന്ന ഒരു വൈരുദ്ധ്യം ഊട്ടി വളർത്തി ഒരു പ്രതികാര വാഞ്ചയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഗുണകരമായി ഭവിക്കും എന്ന് തോന്നുന്നില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും നിയമപരമായും ധാർമ്മികമായും സാമ്പത്തികമായും സാംസ്കാരികമായും ആത്മാഭിമാനത്തോടു കൂടിയും ജീവിതത്തിലെ അഭ്യുന്നതിയും എല്ലാം ആസ്വദിച്ച് ജീവിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്ന ഒരു സാമൂഹ്യ അവസ്ഥയാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപ്ലവകരമായ സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് ഭരണകൂടം ആരുടേതുമായിക്കൊള്ളട്ടെ അത് നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളും ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും ഇവിടെ ലഭ്യമാകുന്നുണ്ടോ, അത് നമുക്ക് ലഭ്യമാക്കി തരുന്നുണ്ടോ എന്നുള്ള വിഷയങ്ങളാണ് ശരിക്കും നമ്മൾ പരിശോധിക്കുകയും അത്തരത്തിൽ നമ്മളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനായിട്ടുള്ള ആവശ്യങ്ങളുമാണ് ഈ സമൂഹത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന ഒരു ചെറിയ അഭിപ്രായം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്.